നമ്മുടെ 30-ഡേ ഇംഗ്ലീഷ് ചാലഞ്ചിന്റെ 2ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ 30 പുതിയ വാക്കുകൾ പഠിച്ചു. അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കണ്ടിട്ട് ഈ ക്ലാസ്സിലേക്ക് വരിക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ പഠിച്ച വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയൊരു വാചകം, സെന്റൻസ് ഉണ്ടാക്കാം എന്നതാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമായ പാഠമാണിത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരും ഒരു പേനയും നോട്ട്ബുക്കും എടുത്തോളൂ. കൂടെ കൂട്ടിനൊരു ചായയും കൂടി ഉണ്ടെങ്കിൽ സംഗതി ഉഷാറായി. പിന്നെ ഒരു പ്രധാന കാര്യം, ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഇന്ന് പഠിക്കുന്ന ഗ്രാമർ നിയമങ്ങൾ വെച്ച് അലിബാബയും 40 കള്ളന്മാരും എന്ന ആവേശകരമായ അറേബ്യൻ കഥ ഞാൻ മുഴുവനായി പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. റെഡിയല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങാം. സെന്റൻസ് ഉണ്ടാക്കാനുള്ള S+V+O റൂൾ. ഇംഗ്ലീഷിൽ ഒരു വാചകം ഉണ്ടാക്കാൻ പ്രധാനമായും ഒരു നിയമമുണ്ട്. ആ റൂൾ ഇതാണ്: സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതൊന്നും നിങ്ങളുടെ ബുക്കിലേക്ക് വലുതായി എഴുതി വയ്ക്കൂ. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം. സബ്ജക്റ്റ്, അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അയാളാണ് സബ്ജക്റ്റ്. ഉദാഹരണത്തിന് ഞാൻ, അവൻ, അലിബാബ. വേർബ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് വേർബ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വരിക, പോകുക, കാണുക. ഒബ്ജക്റ്റ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് എന്താണോ അതാണ് ഒബ്ജക്റ്റ്. ഉദാഹരണത്തിന് ഗുഹ, സ്വർണം, വാതിൽ. ഇനി നമുക്ക് 10 ഉദാഹരണങ്ങൾ വീതം പഠിക്കാം. സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റിന്റെ 10 ഉദാഹരണങ്ങൾ: ഐ, ഞാൻ; യു, നീ; വി, ഞങ്ങൾ; ദേ, അവർ; ഹി, അവൻ; ഷീ, അവൾ; ഇറ്റ്, അത്; അലിബാബ, ദ തീഫ്, മുസ്തഫ. വെർബ് ഒബ്ജക്റ്റിന്റെ 10 ഉദാഹരണങ്ങൾ: ഈറ്റ്, കഴിക്കുക; ഡ്രിങ്ക്, കുടിക്കുക; ഗോ, പോകുക; കം, വരിക; പ്ലേ, കളിക്കുക; റീഡ്, വായിക്കുക; റൈറ്റ്. 7. Write. 8. Sleep. 9. Watch. 10. Open. Object. 10 ഉദാഹരണങ്ങൾ: food, 2. water, 3. cave, 4. cricket, 5. book, 6. letter, 7. movie, 8. English, 9. tea, 10. gold. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഞാൻ, എസ്; ഗുഹ, ഒ; കാണുന്നു, വി. ഇവിടെ വേർബ് വരുന്നത് അവസാനമാണ്. ഇതിനെ SOV എന്ന് വിളിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ ഇത് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഓബ്ജക്റ്റ് SVO എന്ന രീതിയിലാണ്. അതായത് ഐ, എസ്; വാച്ച്, വി; ദ കേവ്, ഒ. ഇംഗ്ലീഷിൽ വേർബ് എപ്പോഴും രണ്ടാമതാണ് വരുന്നത്. ഈ വ്യത്യാസം മാത്രമൊന്ന് ഓർത്തുവെച്ചാൽ മതി. എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്? നമ്മൾ ഈ വാചകങ്ങൾ ഉണ്ടാക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇതിന്റെ ഇക്വേഷൻ ഇതാണ്: സബ്ജക്റ്റ് പ്ലസ് V1 S or ES പ്ലസ് ഓബ്ജക്റ്റ്. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, ശീലങ്ങൾ, ഹാബിറ്റ്സ് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഗ്രാമർ സീക്രട്ട്: എസും ESഉം. സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ: ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ അലിബാബ പോലുള്ള ഒരാൾ വരുമ്പോൾ വേർബിന്റെ കൂടെ S അല്ലെങ്കിൽ ES ചേർക്കണം. ഇവിടെയാണ് ES ചേർക്കേണ്ടത്. വെർബ് അവസാനിക്കുന്നത് O, CH, SH, SS, X എന്നിവയിലാണെങ്കിൽ ES ചേർക്കുക. ഗോ, ഗോസ്; വാച്ച്, വാച്ചസ്. എന്തുകൊണ്ട് ഐയുടെയും യുവിൻ്റെയും കൂടെ S വേണ്ട? ഐയും യുവും ഈ ഗ്രാമർ നിയമത്തിന് പുറത്താണ്. അതുകൊണ്ട് ഐ ഓപ്പൺ എന്ന് പറഞ്ഞാൽ മതി. ഐ ഓപ്പൺസ് എന്ന് പറയുന്നത് തെറ്റാണ്. പ്രാക്ടീസ് സെഷൻ: 10 വാചകങ്ങൾ. ഐ ഈറ്റ് ഫുഡ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഹി ഈറ്റ്സ് ഫുഡ്. അവൻ ഭക്ഷണം കഴിക്കുന്നു. S വന്നു.
യു ഡ്രിങ്ക് വാട്ടർ. നിങ്ങൾ വെള്ളം കുടിക്കുന്നു. ഷീ ഡ്രിങ്ക്സ് വാട്ടർ. അവൾ വെള്ളം കുടിക്കുന്നു. വി പ്ലേ ക്രിക്കറ്റ്. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു. അലിബാബ പ്ലേസ് ക്രിക്കറ്റ്. അലിബാബ ക്രിക്കറ്റ് കളിക്കുന്നു. ദേ വാച്ച് എ മൂവി. അവർ സിനിമ കാണുന്നു. ഹീ വാച്ചസ് എ മൂവി. അവൻ സിനിമ കാണുന്നു. എസ് വന്നു. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇനി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ രസകരമായ അറേബ്യൻ കഥ മുഴുവനായി കേൾക്കാം. ഇതിലെ ഇംഗ്ലീഷ് വാചകങ്ങൾ ശ്രദ്ധിക്കൂ. പണ്ട് അറേബ്യയിൽ അലിബാബ എന്നൊരു പാവം മനുഷ്യനുണ്ടായിരുന്നു. അലിബാബ ലിവ്സ് ഇൻ എ സ്മോൾ ടൗൺ. അലിബാബ ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്നു. ഒരു ദിവസം അവൻ മരങ്ങൾ വെട്ടാൻ കാട്ടിലേക്ക് പോയി. ഹി ഗോസ് ടു ദി ഫോറസ്റ്റ്. പെട്ടെന്ന് കുറേ കള്ളന്മാർ വരുന്നത് അവൻ കണ്ടു. അവനൊരു മരത്തിനു പിന്നിൽ ഒളിച്ചു. കള്ളന്മാരുടെ തലവൻ ഒരു പാറയ്ക്ക് മുന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓപ്പൺ സെസമി. ദ കേവ് ഓപ്പൺസ്. ഗുഹ തുറക്കുന്നു. ഉള്ളിൽ നിറയെ സ്വർണമായിരുന്നു. കള്ളന്മാർ പോയി കഴിഞ്ഞപ്പോൾ അലിബാബയും ആ വാക്കു പറഞ്ഞു. ഹി എൻറ്റേഴ്സ് ദ കേവ്. അവൻ അവിടെ കുറച്ച് സ്വർണം കണ്ടെത്തി. ഹി ഫൈൻഡ്സ് ഗോൾഡ്. എന്നാൽ അവൻ്റെ ദുഷ്ടനായ സഹോദരൻ കാസിം ഇതറിഞ്ഞു. കാസിം അടുത്ത ദിവസം ഗുഹയിലേക്ക് പോയി. കാസിം ഓപ്പൺസ് ദ കേവ്. സ്വർണം കണ്ടവൻ സന്തോഷിച്ചു. പക്ഷെ പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ രഹസ്യവാക്കവൻ മറന്നുപോയി. പെട്ടെന്ന് കള്ളന്മാർ അവിടേക്ക് തിരിച്ചു വന്നു. ദ തീവ്സ് കിൽ കാസിം. പിന്നീട് കള്ളന്മാർ അലിബാബയെയും തേടി അവൻ്റെ വീട്ടിലെത്തി. അവർ എണ്ണഭരണകളിൽ ഒളിച്ചിരുന്നു. എന്നാൽ അലിബാബയുടെ ബുദ്ധിമതിയായ വേലക്കാരി മോർജിയാന ഇത് കണ്ടുപിടിച്ചു. ഷീ പോർസ് ഹോട്ട് ഓയിൽ. അവൾ തിളച്ച എണ്ണ ഭരണകളിലേക്ക് ഒഴിച്ചു. കള്ളന്മാരെ എല്ലാം അവൾ തോൽപ്പിച്ചു. അലിബാബയും കുടുംബവും പിന്നീട് സ്വർണം പാവപ്പെട്ടവർക്ക് നൽകി സമാധാനമായി ജീവിച്ചു. ദേ ലിവ് ഹാപ്പിലി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു. അലിബാബയുടെ കഥയിലെ ഗ്രാമർ ശ്രദ്ധിച്ചല്ലോ. ഇന്നത്തെ ഹോംവർക്ക്: നിങ്ങൾ എന്നും ചെയ്യുന്ന 5 കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈസി ഇംഗ്ലീഷ് മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠവുമായി കാണാം. ബൈ.